ഭിന്നതയുള്ളൂ. കൂട്ടിക്കൊണ്ടുവരുന്നത് എന്താണ്? അത് മർക്കസുദ്ദേവയിലേക്കാണോ CD ടവറിലേക്കാണോ? രണ്ട് അമ്മോശന്മാർ തമ്മിൽ കൊമ്പ് കോർക്കാൻ സെയിം മടവൂരും അബ്ദുറഹ്മാൻ സലഫിനും സെയിം മടവൂരിനും കണ്ടുകൂടാ, സെയിം മടവൂരിനും അബ്ദുറഹ്മാൻ സലഫിക്കും കണ്ടുകൂടാ. അതുകൊണ്ടാണ് പരസ്യമായ ലയനം നടക്കാത്തത്. ആദർശപരമായി ലയനം നടന്നേ, എല്ലാ അടിസ്ഥാനത്തിലും ലയനം നടന്നതാണ്. നിങ്ങൾക്കറിയാലോ, മടവൂരികളുടെ വലിയ ബോർഡിലാണ് നാസർ സുല്ലമിന്റെ പോസ്റ്റർ. കേരളത്തിന്റെ ദയനീയതയാണ്, ആലോചിക്കണം. അത്രത്തോളം ചില കമ്മിറ്റി റീഫോം ചെയ്തു. മടവൂരികളെ 10 പേരെ ഒക്കെ എടുത്ത സ്ഥലങ്ങൾ. കോഴിക്കോട് കടപ്പുറത്ത് ചേർന്ന ഇവരുടെ സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ആളുണ്ടായിരുന്ന ആരാ? മടവൂരികളിൽ നിന്നാ. ഓരോ പ്രദേശത്ത് 50 ആളാ, ബസ്സിലില്ലെങ്കിൽ 25 ആള് മടവൂരികളാണ്. എന്തേ ഈ ലയനം? അത് നമ്മൾ വളരെ ഗൗരവമായി പഠിക്കേണ്ട കാര്യമാണ്. ഇനിയോ ഈ കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പൊ അനസും കുടരൊക്കെ നമ്മൾ വിമർശിക്കണ്ടല്ലോ. അനസുമായി ബന്ധപ്പെട്ട്, റുഖിയ ശറിയയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ സുബൈറിനെ ആരാ സമീപിച്ചത്? അനസും സലാമും ഒക്കെ ആ ഭാഗമാണ് ഇനി നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്. ഇസ്ലാം പഠിപ്പിച്ച, അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക അറിയോ? ഒരു മകൾക്ക് ജിന്നബാധ ഉണ്ടായി, മുജാഹിദികൾ എടുത്ത് ഇവിടെ ചെയ്യാനില്ല, ഇവിടെ ആരും ചെയ്യലില്ല. AP അബ്ദുൽ ഖാദർ മൗലവിയോട് സക്കരിയ സുലായി ചോദിച്ചു, സാർ ജിന്നബാധ ഉണ്ടാവുന്ന നമ്മൾ അംഗീകരിക്കുന്നു, കെ മൗലവി പറയുന്നു, അമാനവലേ പറയുന്നു, നമ്മുടെ പരിഭാഷകളിൽ അതുണ്ട്, ഹദീസുകളിൽ ഇതുണ്ട്, ഇഷ്ടംപോലെ ഹദീസുകളുണ്ട്. റുഖിയ ശറിയ പിന്നെ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആരിലേക്കാ പറഞ്ഞേക്കുക? സമസ്തക്കാർ റുഖിയ ശറിയ ചെയ്യാൻ കൊണ്ടുപോകണം, ജ്യോത്സ്യന്മാര് കൊണ്ടുപോകണം, നമ്മളെങ്ങടെ കൊണ്ടുപോവുക എന്ന് ചോദിച്ചതിന് വരെ ക്ലിനിക്ക് തുടങ്ങാനാണെന്ന് ആ പരിഹസിച്ച്. അല്ലടോ, ശിർക്കിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്താനാ. നിനക്കത് മനസ്സിലാകണമെങ്കിലേ നിന്റെ നെഞ്ചകത്ത് തൗഹീദി ബോധം ഉണ്ടാവണം. ശരിക്കും ഇവര് പറയുന്നത് എന്തറിയോ? ഒരു ജിന്നുബാധ ഉണ്ടാവുന്ന ഇവര് പറയും, എല്ലാ അർത്ഥത്തിലും ഇവർ അംഗീകരിക്കും. ജിന്നുബാധ ഉണ്ടായാലോ ചികിത്സിക്കാൻ പാടില്ല. അപ്പൊ ചെയ്യണോ? ഏതെങ്കിലും ഒരു മകള് ജിന്നുബാധയായിട്ട് കോപ്രായം കാണിക്കുമ്പോൾ ഉമ്മയും ബാപ്പയും സഹിക്കുവോ? അവർ പിന്നെന്ത് ചെയ്യും? തൊട്ടപ്പുറത്തെ അയൽവാസി നിങ്ങൾ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയിക്കോളി, അവിടെ ചെന്നിട്ട് ശിർക്കിന്റെ ചികിത്സ ചെയ്ത് മുശ്രിക്കുകളായി മരിക്കും. അപ്പൊ TPയും ഹനീഫ് കായക്കൊടിയും അഹമ്മദ് അനസ് മൗലവിയും നമ്മളെ മുശ്രിക്കാക്കി മരിപ്പിക്കാൻ ആരോടോ അച്ചാരം വാങ്ങിയിട്ട്. അതാണ് ഞങ്ങൾ പറയാനുള്ളത്. ഞങ്ങൾ പറയുന്നതോ, നബി പഠിപ്പിച്ചൊരു ചികിത്സ ഇവിടെ ഉണ്ട്, അത് കിതാബുകളിൽ ഇവിടെ ഉണ്ട്. അമാനവലിന്റെ ഇസ്ലാമിക ജീവിതം എന്നുള്ള ബുക്കെങ്കിലും ഒന്ന് വായിക്കാൻ, ആ 451 മുതലുള്ള പേജ് വായിക്കാൻ നിങ്ങൾ തയ്യാറാവൂ? നിങ്ങൾ ഞെട്ടിപ്പോവും. അമാനവലെ അന്ധവിശ്വാസിയാ നിങ്ങൾ പറയും. നിങ്ങളുടെ അക്കലാനീയത്ത് എങ്ങനെയാ? നിങ്ങളെ നിഷേധം എങ്ങനെയാ? ഞങ്ങൾ പറഞ്ഞില്ല, ശിർക്കിന്റെ ചികിത്സയല്ല, തൗഹീദിന്റെ ചികിത്സ ഉണ്ട്. ആ ചികിത്സ ചെയ്യണമെന്നേ ഞങ്ങൾ പറയുന്നത്. നിങ്ങളോ? ഇനിയിപ്പോ ഏറ്റവും വലിയ വിവാദങ്ങളിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ആ 2 ക്ലിപ്പിങ് ഡോക്ടർ സുബൈറിന്റെ അടുത്ത് അനസ് മൗലവി ചെന്നതും രോഗികളെയും കൊണ്ട് ചെന്ന്, സാധാരണ പാരസെറ്റമോൾ കൊടുക്കാനല്ല, ഓപ്പറേഷത്തിനല്ല, റുഖിയ ശറിയ ചെയ്യാൻ സലാമോ സമീപിച്ചത്. ആ 2 ക്ലിപ്പിംഗ് ഒന്ന് കേട്ടോളൂ. സക്കരിയ മൗലവിയുടെ അടുത്ത് വന്ന രോഗിയെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മന്ത്രിച്ചപ്പോൾ ആ രോഗി വയലന്റ് ആകുകയും, അങ്ങനെ വയലന്റായ രോഗിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടെന്നുള്ളതിന്റെ പരിചയക്കുറവുകൊണ്ട് അദ്ദേഹം മറ്റൊരാളുടെ അടുത്തേക്ക്, അതായത് ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അനസ് മൗലവി ചെയ്ത് അതുകൊണ്ട് അത് തന്നെ ആയിരിക്കാം. പലപ്പോഴും എൻ്റെ അടുത്ത് രോഗികൾ അയക്കുന്ന ആളുകൾക്ക് ഇത് മാനസിക രോഗമാണോ പൈശാചിക രോഗമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി രണ്ടും കൂടെ പഠിച്ച ഒരാളെന്ന നിലയിൽ പലരും എന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിഷയം അതല്ല. സക്കരിയ മൗലവിക്കെതിരെ അനസ് മൗലവി ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ട് അദ്ദേഹം തന്റെ കാര്യത്തിൽ അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. സക്കരിയ മൗലവി ഓതിയ ശേഷം രോഗി വയലന്റ് ആയപ്പോഴാണ് പരിചയമുള്ള ഒരാളുടെ അടുത്തേക്ക് അയച്ചത്. മറിച്ച് അനസ് മൗലവിന്റെ അടുത്തുള്ള രോഗി എന്ന് പറഞ്ഞാൽ ഓതിയ വയലന്റ് ആവുന്ന രോഗിയൊന്നുമല്ല. എന്നിട്ട് പോലും അത് അദ്ദേഹം പരിശോധിച്ച് നോക്കാതെ, ഒന്ന് പരീക്ഷിച്ച് പോലും നോക്കാതെയാണ് എന്നെ വിളിച്ച് ഒരു പണ്ഡിതനായ അദ്ദേഹം ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് MBBS ഡോക്ടർ എന്ന നിലയിലാണ് എന്നെ കൺസൾട്ട് ചെയ്തതെന്നല്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ല. അദ്ദേഹത്തിന് വീട്ടിൽ പോയി പൈശാചികമായ രോഗമാണ് എന്നതിൻ്റെ പേരിൽ ആ രീതിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം എന്നെ കൊണ്ടുപോയത്. ഇനി അദ്ദേഹം അത് മറന്നുപോയിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഓർക്കാൻ വേണ്ടിയിട്ട് അതോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം തിരിച്ച് കാറിൽ ഞങ്ങൾ പോരുമ്പോൾ അദ്ദേഹം മുൻപ് ചെയ്ത സിഹറുകളെക്കുറിച്ചും സിഹർ ചെയ്ത് പ്രേമിച്ച് കിടന്ന സ്ത്രീ പുരുഷന്മാരെ ഇണക്കിവിട്ട കഥകളും, ആലിൻ്റെ ലയിൽ അദ്ദേഹം സിഹർ ചെയ്ത കാര്യവും, അങ്ങനെ അദ്ദേഹം സിഹർ പഠിക്കാൻ ഉദ്ദേശിച്ച പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ തട്ടിക്കൊണ്ടുപോയ കാര്യമെല്ലാം വിവരിച്ചു തരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജാഹിലിയ കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്.
സലാം മോങ്ങ മൗലവി അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു എൻ്റെ അടുത്ത് ചികിത്സയിലായിരുന്ന സമയത്ത് ഈ ചികിത്സയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരാളെ അഷർ മൗലവിയുടെ അടുത്തേക്ക് മദീനത്തേക്ക് അയച്ചു. അങ്ങനെ മദീനത്ത് ചെന്ന് ഇദ്ദേഹം അഷർ മൗലവിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് തന്നെയാണ് യാദൃശ്യമായി ഞാനും ആ സദസ്സിൽ വരുന്നത്. അങ്ങനെ സദസ്സ് വെച്ച് അഷർ മൗലവി ആ കാര്യം വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും ഇങ്ങനെയുള്ള ചികിത്സ ഹലാലാണെന്ന് അറിയിക്കുകയും അതോടൊപ്പം തന്നെ എനിക്ക് ഈ വിഷയവുമായി റഫർ ചെയ്യാനുള്ള ഒരു പുസ്തകത്തിൻ്റെ പേര് അഷർ മൗലവി പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ടായി. അങ്ങനെ ഈ സലാം മോങ്ങ മൗലവിയുടെ ബന്ധുവായ ഈ പെൺകുട്ടിയെ ചികിത്സിച്ചു. അൽഹംദുലില്ലാ സുഖമായി. ഇതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ നമുക്ക് മോങ്ങത്ത് ഒന്ന് പോകണം, അവിടെ ഒരു മുജാഹിദ് പ്രവർത്തകനുണ്ട്, അവിടുത്തെ ഒരു ലോക്കൽ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ മകളുടെ കയ്യിൽ നമ്പൂരി കൊടുത്ത് നൂല് കെട്ടിയിട്ടുണ്ട്, അത് നമുക്കൊന്ന് പറഞ്ഞ് അഴിപ്പിക്കണം. അങ്ങനെ ഞാനും മൗലവിയും കൂടെ ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് ശേഷം മോങ്ങത്ത് വീട്ടിൽ പോവുകയും ഏകദേശം 1 മണിക്കൂറോളം സംസാരിച്ചിട്ട് പോലും ആ മുജാഹിദ് ലോക്കൽ നേതാവ് ആ ചര അഴിക്കാനോ എന്ന് മാത്രമല്ല നിങ്ങളിത് അഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഹലാലായ ചികിത്സ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോലും 1 മണിക്കൂർ സംസാരിച്ചിട്ട് പോലും അതിന് തയ്യാറായില്ല. അങ്ങനെ ഞങ്ങൾ ആ ശ്രമം വിപുലമായി ഞങ്ങൾ മടങ്ങി. സഹോദരങ്ങളെ കണ്ടോ, അപ്പൊ ഒരു കാലഘട്ടത്തിൽ ഇവര് ചെയ്ത പാനസും സലാമോങ്ങും മറുഭാഗത്താണല്ലോ, എന്നിട്ട് നമ്മുടെ നേരെയാണ് കുതിര കയറുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഒരു പ്രധാനമായ KPA കരുവമ്പയിൽ അബ്ദുൽ ഖാദർ കരുവമ്പയിലെ മടവൂരികളെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ഒരു പുസ്തകമാണിത്. മുജാഹിദ് പ്രസ്ഥാനവും പുതിയ വിവാദങ്ങളും മടവൂരികളുമായി എഴുതിയ. ഇന്ന് ഇതിൽ മടവൂരികൾക്ക് എഴുതിയതെല്ലാം തെറ്റായിരുന്നു എന്നാണ് കരുവമ്പയിൽ പറയുന്നത്. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അന്ന് മടവൂരികളെ വിമർശിച്ച് എഴുതിയ മുഴുവൻ കാര്യങ്ങളും ഞാൻ എഴുതിയ തെറ്റാന്ന് അന്ന് കരുവമ്പയിൽ പറയുന്നു. ഇതിലൊരു ഭാഗം മാത്രം ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. ജിന്ന് ഭൗതികോ അഭൗതികോ, അതിന്റെ ഉപദ്രവം ഭൗതികോ അഭൗതികോ, അത് KPA കരുവമ്പയിൽ പറയട്ടെ. ഇന്ന് അവരെവിടെ എത്തിയെന്നും കൂടെ. ആരാണ് അഭൗതികം? ജിന്നെ മലക്ക് അഭൗതികാണെന്ന് പറഞ്ഞ് മടവൂരികളാണ്. കേട്ടോളൂ. മടവൂരികൾ 2006 പുറത്തിറക്കിയ ഹദീസ് സമാഹാരത്തിൽ പിശാചിന്റെ ഭൗതികമായ പ്രവർത്തനങ്ങളെ കുറിച്ച്, അഭൗതികല്ല ഭൗതികമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇങ്ങനെ എഴുതുന്നു. സൈനബ് പറയുന്നു, ഞാനൊരു ദിവസം പുറത്തു പോയപ്പോൾ ഇന്നയാൾ എന്നെ കണ്ടുമുട്ടി. അപ്പോൾ അയാളുടെ ഭാഗത്തുള്ള എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. ഞാൻ അതിനെ മന്ത്രിച്ചാൽ കണ്ണുനീർ നിന്നു പോവുകയും മന്ത്രം ഉപേക്ഷിച്ചാൽ കണ്ണുനീരൊഴുകുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അത് പിശാചാകുന്നു. അവനെ നീ അനുസരിച്ചാൽ നിന്നെ അവൻ വെറുതെ വിടും. നീ അവനെ ധിക്കരിച്ചാൽ വിരൽ കൊണ്ടവൻ നിന്റെ കണ്ണിൽ കുത്തും. വോളിയം 1 പേജ് 590 സഹിയായ ഹദീസിൽ നിന്നാണ് മടവൂരികൾ ഉദ്ധരിച്ചത്. എന്നിട്ട് പറയാൻ കരുവമ്പയിൽ പറയാൻ മടവൂരികൾ ഉദ്ധരിച്ചത് അബ്ദുസലാം സുല്ലമി അസോസിയേറ്റ് എഡിറ്ററായി കൊണ്ട് പുറത്തിറക്കിയ പുസ്തകമാണിത്. പിശാച് കണ്ണിൽ കുത്തുമെന്നും കണ്ണുനീരൊഴുകുമെന്നുമാണ് ഇതിൽ പറഞ്ഞത്. അടുത്ത വാചകം ശ്രദ്ധിച്ചോളിട്ടോ. ഒപ്പം കരുവമ്പയിലെ സ്ഥാനം എവിടെയെന്നും കൂടി ശ്രദ്ധിച്ചോളി. കണ്ണിൽ കുത്തുമ്പോഴുള്ള നീരൊഴുക്ക് ഭൗതികമാണെന്നറിയാത്ത മന്ദബുദ്ധികൾ മടവൂരികളല്ലാതെ മറ്റാരാള്? കണ്ണ് കുത്തിയാൽ ഒഴുകുന്ന കണ്ണുനീര് ഭൗതികാണെന്നറിയാത്ത മന്ദബുദ്ധികൾ മടവൂരികളല്ലാത്ത ആരാള്? ഇപ്പൊ TP അതിനോടൊപ്പം ചേർന്നു, ഹനീഫ് കായക്കോട് ഇതിനോടൊപ്പം ചേർന്നു, അബ്ദുൽ ഖാദർ കരുവമ്പയിൽ അതിനോടൊപ്പം ചേർന്നു, അനസ് അതിനോടൊപ്പം ചേർന്നു. മനസ്സിലായോ? ഞാൻ ചോദിക്കണ, എത്ര പുസ്തകങ്ങൾ ചുട്ടുകരിക്കുക, എത്ര പ്രസംഗ ചുട്ടുകരിക്കുക? എന്താ നിങ്ങൾ വിചാരിച്ച കേരളത്തിൽ ഒരു മതപ്രസ്ഥാനത്തിനും ഈ വിധം ഒരു നാശം ഉണ്ടായിട്ടില്ല? നിങ്ങൾ മനസ്സിലായിക്കോളി. ഇതിൽ എത്ര ഭാഗം വായിക്കാണ്ട് അറിയങ്ങള്? നമ്മുടെ പേരിൽ എന്തൊക്കെ തോന്നിയാ പറയുന്നത്. MSMന്റെ കുട്ടികൾ വരെ ക്ലിനിക്കിട്ട് ആ ക്ലിനിക്കിൽ വ്യഭിചാരാണ് അവർ നടത്തുന്നതെന്ന് വരെ ഒരു വിദ്വാൻ പ്രസംഗിച്ചു കഴിഞ്ഞു. നിങ്ങൾ ആലോചിക്കണം. പച്ച തോന്നിയാസം പ്രസംഗത്തിൽ പറയാൻ അയാളൊക്കെ കൊണ്ടിടക്ക അവിടെ മനുഷ്യന്മാരുണ്ട്. അതിലൊന്ന് കേട്ടോളൂ നിങ്ങൾ. ഞാൻ MSMനെ കുറ്റം പറഞ്ഞാണ്. ഞാനൊരു ക്ലാസ് എടുക്കാൻ ചെന്നപ്പോ അവിടെ വലിയൊരു സംഗതി ഇങ്ങനെ കൊടുക്കും, ഒരു അന്ധവിശ്വാസത്തിന്റെ ഒരു കടലാസ് ഇങ്ങനെ വിതരണം ചെയ്യാൻ. ഞാനത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം. പടച്ചോനെ, ഇത് മന്ദിരിച്ചൂതി പൈസ അങ്ങാലോ, ഓരോ പള്ളി കമ്മിറ്റിയും കൊടുക്കാലോ, ഇജാതി ഒരു കടലാസാണല്ലോ. എന്താ അപ്പൊ MSMന്റെ കുട്ടിയൊക്കെ ഇതിങ്ങനെ പറഞ്ഞെടുത്തിട്ട് എന്ത് കിട്ടാനാ? അപ്പൊ എനിക്ക് മനസ്സിലായി, മന്ദിരിച്ചൂതിയ മൂർഖമ്പാമ്പിന്റെ വിഷം ഇറങ്ങും, അതിന് കൂലിയും വാങ്ങാം, ഓരോ പള്ളി കമ്മിറ്റിക്കും കൊടുക്കാം.
അപ്പൊ നമുക്കിങ്ങനെ ഊത്തുമായിട്ട് നടക്കപ്പെടുന്നാണ്ടുള്ള കാര്യം ഇതൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാട് ഞങ്ങളെന്താ മനസ്സിലാക്കിയത്? ഈ അന്ധവിശ്വാസം നമ്മളെ തലയിലാണ് കയറ്റിക്കഴിഞ്ഞാൽ ഈറ്റേക്ക് ഒരു പണി കൊടുക്കേണ്ട ഒരു ക്ലിനിക്ക് വിട്ടാണ്ട് ഇരുന്നാൽ മതി. പിന്നെ ഊത്തും അടിച്ചലും ഇറക്കലും കയറ്റലും, മനസ്സിലായോ? നല്ല സുഖ, രണ്ട് സംഗതി കിട്ടും, പണവും കിട്ടും പെണ്ണും കിട്ടും. പണ്ട് കുറെ ആൾക്കാർ ചൂഷണം ചെയ്തതാ സഹോദരിമാരെ. വാപ്പയും ഭർത്താവും കൊണ്ട് ഇച്ചങ്ങായിരത്ത് കണ്ട് ഇട്ട് കൊടുക്കുക വലിയ കാര്യത്തിൽ പെൺകുട്ടികളെ. ആർത്താൽ അങ്ങോട്ട് പോയി നോക്കൂല, അത് ഇറക്കാന്നാ വിചാരിച്ച, ഇറക്കല്ല കേറ്റുക. ബാക്കി കേൾപ്പിക്കേണ്ട മോനെ, ഓനെപ്പോലത്തൊക്കെ സംസ്കാരം ഇല്ലാത്തവരെ കൂട്ടാൻ പറ്റിയ നിങ്ങളെ കൂടെ തന്നെ, അതിൽ സംശയമല്ല. ഒരു MSM പേരിൽ എന്താ അന്ധവിശ്വാസോ? എന്താ അന്ധവിശ്വാസോ? അത് കേട്ടോളി. MSM ഇറക്കിയ നോട്ടീസിൽ ഒരു അന്ധവിശ്വാസം പ്രചരണം ചെയ്യുന്നു. അതെന്താന്നറിയ നിങ്ങൾക്ക്? അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. KPA കരിവമ്പയിൽ മടവൂരികൾക്ക് മറുപടി അറിഞ്ഞ വിഷയ. അതായത് ഒരു നാട്ടിലെ സ്വഹാബികളെത്തി, ഈ പുസ്തകം നിങ്ങൾ പരിശോധിക്കണം, കരിവമ്പയിൽ എന്ത് പറയാനുണ്ട്? പണവും ദുനിയാവും ഒക്കെ ഇവിടെ അവസാനിക്കും, ആഖിറതല്ലട്ടോ. ഈ പുസ്തകത്തിൽ അന്ന്, അതാണ് അത്ഭുതം, ഇന്ന് നിയമത്തുള്ള അന്ധവിശ്വാസം എന്ന് വിമർശിക്കുന്നതിനെ മടവൂരികൾ അന്ധവിശ്വാസം എന്ന് പറഞ്ഞപ്പോ മറുപടി കൊടുത്തു ആര്? കരിവമ്പയിൽ. ഇന്ന് അതേ അന്ധവിശ്വാസം എന്ന് വിളിക്കുന്നവന്റെ കൂടി ഇരുന്ന് വിളിക്കുക. വല്ലാത്തൊരു തൂലിക്കെട്ടിനെ ഞങ്ങൾക്കും. പടച്ചോൻ നിങ്ങൾക്കൊക്കെ ഹിദായത്ത് തരട്ടെ. ഈ പുസ്തകത്തിൽ ആ സംഭവം പറയാൻ. എന്താ സംഭവം കേട്ടോളൂ. ഒരു നാട്ടിൽ കുറെ സ്വഹാബിമാരെത്തി. ആ നാട്ടുമൂപ്പൻ അവരെ സ്വീകരിച്ചില്ല. അവരെ സ്വീകരിച്ചില്ല. ഞങ്ങൾ സ്വീകരിക്കൂല, ഞങ്ങൾ നബീന്റെ ആളുകളാണെന്നൊന്നും പറഞ്ഞിട്ട് അവർ അംഗീകരിച്ചില്ല. അങ്ങനെ അവരൊരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ നാട്ടുമൂപ്പന്റെ ചില ആളുകൾ വന്നിട്ട് പറയുന്നത്, ഞങ്ങളുടെ മൂപ്പനെ പാമ്പ് കടിച്ചു. ഞങ്ങളുടെ മൂപ്പനെ എന്താണ്? പാമ്പ് കടിച്ചു. ഞങ്ങൾ എല്ലാ ചികിത്സയും ചെയ്തിട്ട് വിശറിങ്ങണില്ല. അതുകൊണ്ട് എന്ത് വേണോ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മന്ത്രിക്കാൻ അറിയുന്നവരുണ്ടോ? പാമ്പ് കടിച്ചിട്ട് അതിന്റെ വിശർക്കുന്ന മന്ത്രം അതറിയുന്നവരുണ്ടോ? മനസ്സിലായോ? അപ്പൊ ഒരാളെ എഴുന്നേറ്റുന്ന സ്വാമി പറഞ്ഞു, ഞാൻ ചെയ്യും, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, ഞങ്ങൾക്ക് സംരക്ഷണം നൽകിയിട്ടില്ല. അതുകൊണ്ട് എന്താണ്, ഞങ്ങള് ഒരു കൂലി നിശ്ചയിക്കും, എങ്കിൽ നിങ്ങളുടെ ആ നേതാവിന്റെ വിശർക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്കറിയാം റുഖിയ ശറിയാത്ത്. അങ്ങനെ ഒരു സാബി പോയിട്ട് ഫാത്തിഹ ഓതി. ഓതി തീരുന്നതിന് മുന്നേ അയാളെ വിശറങ്ങുകയും അയാൾ എഴുന്നേറ്റ് പോവുകയും ഈ പാരിതോഷം അവർക്ക് കൊടുത്തേക്കെന്ന് പറയുകയും ചെയ്തു. അത് ഈ പുസ്തകത്തിൽ മടവൂരികളെ പഠിപ്പിക്കാതീന് അത് സഹിയായ ഹദീസ എന്ന് പറയാ. ആ ഹദീസ് ഉദ്ധരിച്ച് വിശറങ്ങണ നിലക്ക് റുഖിയ ശറിയ ഉണ്ട് എന്ന് MSM പഠിപ്പിച്ചതിനെ കുറിച്ചാണ് എന്ത്? അന്ധവിശ്വാസമാണല്ലോ പടച്ചോനെ. ഇത് ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കാണല്ലോ. ഹദീസ് നിഷേധിയായ നിയമത്ത്, അക്കലാണിയായ നിയമത്ത്, ആ നിയമത്തിനെയും കൊണ്ട് ആ നിയമത്തില്ലാതെ നടക്കണത് ആലോചിക്കണം. ഈ പുസ്തകമൊക്കെ എവിടെ കെട്ടിത്താത്തുക? എവിടെയാ ഇത് കുഴിച്ചിട? ഇതിന്റെ ഒക്കെ പൈസ വാങ്ങി മിണുങ്ങിപ്പോയല്ലോ. എന്ത് ചെയ്യും? ഇതിന്റെ ഒക്കെ കാശ് വാങ്ങി പിട്ടടിച്ചല്ലോ. ബുത്തൂനിഹിം ഇല്ലെന്നാറല്ലേ. നിങ്ങളിപ്പോ എവിടെയാ നിൽക്കുന്നത്? നിങ്ങൾ എവിടെയാ? ഇസ്ലാം പഠിപ്പിച്ച ചികിത്സ റുഖിയ ശറിയ, അത് നിങ്ങളോട് പറയാനുള്ളത്. റുഖിയ ശറിയ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. എവിടെ ചെയ്യാ നിങ്ങൾ നിൽക്കുന്നത്? ഇപ്പൊ എന്താ അവസ്ഥ എന്നറിയോ? അത് നിങ്ങൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഹനീഫ് കായക്കോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നെ കുറിച്ചും സക്കറിയ സുലായിയെ കുറിച്ച്. ആ സംഭവം പറയാതെ ഇത് പൂർത്തിയാവുകയില്ല. എന്താ സംഭവം? തലശ്ശേരിയിൽ നടന്ന ഒരു ചികിത്സനെ പറ്റി പറയുന്ന ഒരു സംഭവം ഇവരിങ്ങനെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ അർത്ഥം അറിയും? ഞാൻ അതിൽ ഇൻവോൾവ്ഡ് ആയ ആളാ. എനിക്കറിയാവുന്ന ഒരു സത്യം നിങ്ങൾ പറഞ്ഞു. ആ കുട്ടിയും ജീവിച്ചിരുന്നുണ്ട്, സക്കറിയ സുലായി ജീവിച്ചിരുന്നുണ്ട്, ഞാനിവിടെ ജീവിച്ചിട്ടുണ്ട്. അതായത് നിരീശ്വരവാദിയായ കമ്മ്യൂണിസ്റ്റുകാരനായ യാതൊരു മതവും ഇല്ലാത്ത മുസ്ലിം കുടുംബത്തിൽ എനിച്ചൊരു പയ്യൻ. ഒരു മതവും ഇല്ല, നിസ്കാരം, സിനിമ മാത്രം, സംഗീതം മാത്രം, അങ്ങനെ എല്ലാ തിന്മകളുമായി അവൻ അങ്ങനെ കഴിഞ്ഞുകൂടുന്നതിനിടയിൽ യാദർശികമായാണ് അവൻ എന്റെ കേസറ്റ് കേൾക്കുന്നത്. അങ്ങനെ അവന് ഇസ്ലാമിനെ പറ്റി പഠിച്ചു തുടങ്ങി അവന് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ കേസറ്റ് തുടങ്ങി. അങ്ങനെ നന്നായി. പക്ഷെ പിശാച് അവനെ വിടുവോ? കാരണം പിശാചിനെ ഏറ്റവും നേരത്തെ പറഞ്ഞ ഹദീസില്ലേ, പിശാചിനെ നീ അനുസരിച്ച പിശാച് നിന്നെ ഒഴിവാക്കും, ഒരു പ്രയാസവും പിന്നെ നിനക്ക് ഉണ്ടാവൂല. പിശാചിനെതിരെ നീ പ്രവർത്തിച്ചാലോ നിനക്ക് പ്രയാസം ഉണ്ടാക്കും. അത് നേരത്തെ വായിച്ച മടവൂരികൾക്ക് എഴുതിയ അസോസിയേറ്റ് എഡിറ്ററായി സലാം സുലൈം എഴുതിയ ഹദീസിലുള്ള സഹിയായ ഹദീസിലെ, അതായത് ഇപ്പൊ ഏർവാടിയില്, അത് അനുസരിച്ച് പറയുന്നു, ഏർവാടിയില് ഒരാള് ജിന്നുബാധയായിട്ട് ചെന്നാല് അവിടെ എത്തുമ്പോഴേക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല. അനുഭവിച്ച എല്ലാ പ്രയാസവും മാറും. കാരണം എന്താ? ജിന്നിനെയാണ് അവൻ അവിടെ അനുസരിക്കുന്നത്. ഏർവാടി പോയി ഏർവാടി ഷെയ്ഖിനെ അനുസരിക്കൽ ജിന്നിനെ അനുസരിക്കലാണ്. കാരണം ഷിർക്കാണ് അവൻ ചെയ്യണത്. ഷിർക്കിന്റെ വിശ്വാസത്തിലെ അവനുള്ളത്. അതാണ് പിശാചിന് ഇഷ്ടം.
അതുകൊണ്ട് പിശാജ് അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ഓന് സൗഖ്യം നൽകി. പിശാജ് ഉണ്ടാക്കിയ അസ്വസ്ഥത മാറ്റി പിശാജ് ഓനെ വിട്ടുപോകും. കാരണം ഓനെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കലാണ് ഈ ബാധയിലൂടെ പിശാജ് ഉദ്ദേശിച്ച്. ഓൻ അവിടെ എത്തുന്നതിനോടുകൂടി പിശാജ് മാറും. ഇത് പറഞ്ഞതിന്റെ പേരിലാണ് നമുക്കെതിരെ പുകലുണ്ടാക്കി. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മനസ്സിലായോ? ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അവിടെയാണ് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത്. ഈ പയ്യൻ ഇസ്ലാമൊക്കെ പഠിച്ച് നന്നായി ഇങ്ങനെ വരുമ്പോ ഭയങ്കരമായ അസ്വസ്ഥതവന്, ഭയങ്കര പ്രയാസം, മാനസികമായൊക്കെ പിരിമുറുക്കം, നിസ്കരിക്കാൻ കഴിയില്ല. അവൻ പറയാണ് ചെസ്റ്റ് പൊട്ടിപ്പോകുമാറ് ആരോ എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നീ ഒന്ന് വാ, ഞാൻ നിനക്ക് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാം, എന്റെ മുൻവാർ. അങ്ങനെ അവൻ എന്റെ അടുത്ത് വന്നു. അങ്ങനെ ശരിക്കും മനസ്സിലായി. ഞാൻ പച്ചയായിട്ട് പറയും, കൈനൊന്നും ആരെന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുന്നവരാണ് ഇസ്ലാഹി പ്രസ്ഥാനം. മനുഷ്യന്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതൊന്നും നമ്മുടെ അല്ല പൊയ്ക്കോന്ന് എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതാണ് ഞങ്ങളുടെ അത്തരം പ്രശ്നം. ഞങ്ങളുടെ പ്രശ്നം കേട്ട് നന്നായ ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിൽ ഇടപെടും മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണ്. മനുഷ്യന്മാരാണെങ്കിൽ ഓരോരോ സ്വഭാവമാണ്. അപ്പൊ മാത്രമല്ല, മാൻ ഈസ് എ സോഷ്യൽ ബീങ്. മനുഷ്യന് സാമൂഹ്യ ജീവിയാണ്. അല്ലാണ്ട് ഒറ്റപ്പെട്ട അവനാന്റെ വണ്ടിയും അവനാന്റെ ജീവിതവും അവനാന്റെ എസിയും അവനാന്റെ കുട്ടികളും തട്ടാനും ഇപ്പൊ ചില മൗലൈമാരും വിചാരിക്കാനുള്ള മനസ്സൊന്നും ഞങ്ങൾക്കില്ല. ആ ജാതി ഹൃദയമൊന്നും ഞങ്ങൾക്ക് അള്ളാഹ് തന്നിട്ടില്ല. അത്യാവശ്യം ഒരു അലിവുള്ള മനസ്സാണ്. ഹദീസ് ലഈഫാണോ മുൻകച്ചിയാണോ മൗദൂആണോ എന്തൊക്കെയാണ് ഇതിന്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ അറിയാവുന്ന ഒരാൾ സക്കറിയ സുലൈയാണ്. അതുകൊണ്ട് ഹദീസിൽ സ്ഥിരപ്പെട്ട റുഖിയ ശറഈയിൽ ഇല്ലാത്ത വചനങ്ങൾ ഖുറാഫികളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അതൊന്നും നിനക്ക് പറ്റില്ല. നബി പഠിപ്പിച്ചു എന്ന് ഉറപ്പുള്ള ഒരു ചികിത്സ കിട്ടണം. സക്കറിയ സുലൈനോട് റുഖിയ ശറഈ ചെയ്യാനോ അല്ല ഞാൻ അവനെ പറഞ്ഞേച്ചു. ഏതൊക്കെ പ്രാർത്ഥനകളാണ് ഹദീസിൽ വന്നത് അത് സക്കറിയ സുലൈനോട് നീ മനസ്സിലാക്കി അത് പഠിച്ചിട്ട് അതിനനുസരിച്ച് നീ ആ കാര്യം ചെയ്താൽ നിനക്ക് മാറും. ഇത് പറയാനാ അവിടെ കൊണ്ടുപോയത്. അപ്പൊ അതിനിടയില് ഒരു സൂറത്ത് മറിയമും ഇതും അത് ഞാനുമായി കണക്ട് ചെയ്യുന്നതിൽ ഒരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, ഞാൻ എന്തേ പറഞ്ഞോളൂ എന്നറിയോ? ഖുർആനിന്റെ CD എന്റെ കയ്യിലുണ്ടായിരുന്ന 2 എണ്ണം. നീ ഇത് കേട്ട് നോക്കൂ. ഖുർആൻ കേട്ടാൽ തന്നെ പിശാച് ബാധ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയും. അതിന് നീ ഇത് കൊണ്ടുകൂടെ എന്നാ പറഞ്ഞു. ഇവിടെ ഹനീഫ് കായക്കോട് ചോദിച്ചു ഏത് അധ്യായത്തിലാ ഇത് ഈ 2 അധ്യായം ഉള്ളത്? ഇല്ല ഹനീഫ് കാ, ഞാൻ ആ അടിസ്ഥാനത്തിലല്ല പറഞ്ഞു. ജിന്നുബാധന്റെ ബാങ്ക് കേട്ടാൽ തന്നെ ഒരുത്തനും ഒലബളകും. അതുപോലെ ദീനി കാര്യങ്ങൾ കേട്ടാൽ തന്നെ അവൻ അസ്വസ്ഥനാവും. അതുണ്ടോ എന്നറിയാനാണ്. അപ്പൊ നമ്മൾ സാധാരണ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ റിയാക്ഷൻ വരുമോ എന്നറിയാൻ. അപ്പൊ റിയാക്ഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചാ പിന്നെയുള്ള കാര്യം. അതൊക്കെ ഒരു ഭൗതിക കാര്യം. അതിലൊന്നും യാതൊരു ദീനി വിരുദ്ധ സമീപനവും ഇല്ല. ഖുർആൻ കേട്ടാൽ തന്നെ ജിന്നുബാധുള്ള ഒരാളാണെങ്കിൽ കുറച്ച് കൂടുതൽ ഖുർആനാണ് കേൾക്കുമ്പോൾ തന്നെ അസ്വസ്ഥനാവും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാനാണ്? റുഖിയ ശറഈ ചെയ്യാൻ ഇയാൾക്ക് ജിന്നുബാധയാണോ എന്ന് സ്ഥിരീകരിക്കാനത്. അല്ലാതെ അത് ഹദീസിലുണ്ടോ ആയത്തിലുണ്ടോ നോക്കിയിട്ടില്ല. മനസ്സിലായോ? ഞാനത് ആ നിലക്ക് പറഞ്ഞതുമല്ല. ഇനി അതാ ഭാഗം ഇങ്ങനെ അക്കാലത്തെ ചർച്ച ഒന്നുകൂടെ ആ മകനായിട്ട് ക്ലിയർ ചെയ്താലും ഇപ്പൊ ഗൾഫിലും കണ്ട ക്ലിയർ ചെയ്താൽ അത് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ ആരും അത് ഹദീസിലൂടെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് ഇതാക്കിയല്ല. എന്നാ അവിടെ ചെന്നപ്പോ എന്താ ഉണ്ടായത്? സക്കറിയ സുലൈ ഖുർആനിന്റെ വചനം അവനെ കേൾപ്പിച്ചപ്പോ തന്നെ അവൻ വൈലന്റായി. ശരിക്കും കണ്ടു നിന്ന് ഇതിനെ എതിർത്തിരുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു അതിൽ സാക്ഷി. അവരെന്താ ഖുർആൻ ഇങ്ങോട്ട് കേട്ടപ്പോ തന്നെ ഒരു കൂക്കി വിളിയാണ്. അപ്പൊ സക്കറിയ സുലൈ എന്ത് ചെയ്തു? ഇവിടെ കേരളത്തിൽ ശരിക്കും റുഖിയ ശറഈ ചെയ്തവർക്കാർക്കും ഒരു പ്രാക്ടീസ് ഇല്ല. അങ്ങനെ സൗദി അറേബ്യ എന്ന് വന്ന ഒരാളായിരുന്നു ഇബ്സുർ റഹ്മാൻ. അവനെ പറ്റി അത്രേ അറിവുള്ളൂ. അവൻ സെൽഫിയാണ് ഇങ്ങനെ ചെയ്യും, അങ്ങനെയാണ് അത്രേ അങ്ങോട്ട് പറഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ ആരും അത് പറഞ്ഞിട്ടില്ല. ആരും അവനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. മനസ്സിലായോ? ഇവിടെ ഇസ്ലാം അനുവദിച്ച ചികിത്സ ചെയ്യാനാ പറഞ്ഞേ. നിങ്ങൾ പറയണതോ അങ്ങനെ ചികിത്സ ചെയ്യാൻ പാടില്ല, അവൻ ശിർക്കിലായി മരിച്ചോട്ടെ, ഖുറാഫിളത്തെ പറഞ്ഞേക്കുന്ന മൊയ്യന്മാര് പണം ഉണ്ടാക്കി ഹറാമായി പള്ള വീർപ്പിച്ച് ജീവിച്ചോട്ടെ എന്നാണ് നിങ്ങളിപ്പോ ഫലത്ത് പറയുന്നത്. ഞങ്ങൾ പറയണതോ ഇസ്ലാമിക ചികിത്സ ചെയ്യാനാണ്. ഇവരിങ്ങ് കേൾക്കണോ? ഇവരെ സമ്മേളനത്തിൽ ആദ്യം കിട്ടിയ അടി ജാക്കിർ നായിക്കിനോടാണ്. തലക്ക് എന്നെ കിട്ടി സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക്. എന്താ എന്നാ അവിടെ ചെന്നിട്ട് ചോദിച്ചു, സീറ് ബാധയോ ജിന്ന് ബാധയോ ഉണ്ടായി ചികിത്സിക്കാൻ ഇസ്ലാമിൽ വകുപ്പുണ്ടോ? എല്ലാ പ്രശ്നത്തിലും ഇസ്ലാം ഇടപെട്ടല്ലേ? കേന്ദ്രന്മാരെ വിശദീകരണ പ്രകാരം എന്താ അറിയോ? ജിന്ന് ബാധ ഉണ്ടാവും, ജിന്ന് അസ്വസ്ഥ ഉണ്ടാക്കും, രോഗം ഉണ്ടാക്കും, ചികിത്സിക്കേ അത് പാടില്ല എന്നാണ് ജാക്കിർ നായിക്കിനോട് ഈ ചോദ്യം ചോദിച്ചു. അതിന് ജാക്കിർ നായിക്ക് നൽകുന്ന മറുപടി മലയാളം ഉണ്ട്, അല്ലേ? ആ ട്രാൻസ്ലേറ്റ് ഒന്ന് കേട്ടോളൂ. My name is Arif Muhammad Khan. I am a student. എന്റെ ചോദ്യം ഇസ്ലാം ഒരു പരിഹാരം എന്ന വിഷയത്തെ പറ്റിയാണ്. മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇസ്ലാമിൽ പരിഹാരമുണ്ടെന്ന് നാം പറയുന്നു. ജിന്ന് ബാധിച്ച ഒരാൾക്ക് എന്ത് പരിഹാരമാണ് ഇസ്ലാമിനെ നിർദ്ദേശിക്കാനുള്ളത്? ദയവ് ചെയ്ത് ഇത്തരം രോഗം സുഖപ്പെടുത്താൻ എന്തെങ്കിലും മാർഗങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ കഴിയുമോ?
ജിന്ന് ബാധിച്ച ഒരാളെ സുഖപ്പെടുത്താൻ ഇസ്ലാം നിർദ്ദേശിക്കുന്ന മാർഗം എന്താണെന്നാണ് നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ഖുർആൻ വായിക്കുകയാണെങ്കിൽ ജിന്നിനെ പറ്റി അറിയാം. അൽഹംദുലില്ലാഹ്. സിഹറിനെ കുറിച്ചും ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. സിഹർ ഒരാളും ചെയ്യാൻ പാടില്ല. എന്നാൽ സിഹർ എന്ന വസ്തുതയുണ്ട്. നമ്മൾ അതിൽ നിന്നും അകന്നു നിൽക്കണം. ആർക്കെങ്കിലും ഷെയ്ത്വാൻ മൂലമുള്ള സിഹർ ബാധിച്ചാൽ അതിന് ഹദീസിൽ റുഖ്യ പരാമർശിച്ചിട്ടുണ്ട്. സ്വഹീഹായ വ്യത്യസ്ത ഹദീസുകളിൽ എങ്ങനെയാണ് റുഖ്യ നടത്തേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരാശിക്ക് ഖുർആനിൽ രോഗശമനമുണ്ടെന്ന് ഖുർആനിലെ 15-ാം അധ്യായമായ സൂറത്ത് ഹിജ്റിലും പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ തന്നെ രോഗശമനത്തിനുള്ള മന്ത്രമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയും അവയിൽപ്പെട്ടതാണ്. ആർക്കെങ്കിലും ജിന്നുബാധ ഉണ്ടാവുകയാണെങ്കിൽ അതിന് സ്പെഷ്യലിസ്റ്റുകളായ ആളുകളുണ്ട്. ഇവിടെ ഹാർട്ട് സ്പെഷ്യലിസ്റ്റുകളായ ആളുകളുണ്ട്, ബ്രെയിൻ സ്പെഷ്യലിസ്റ്റുകളുമുണ്ട്. അതുപോലെ ബാധയുള്ള ഒരാൾക്ക് ഇസ്ലാമിൽ എങ്ങനെ റുഖ്യ ചെയ്യണമെന്ന് സ്പെഷ്യലൈസ് ചെയ്ത സ്പെഷ്യലിസ്റ്റുകളുമുണ്ട്. മതതാരതമ്യ പഠനത്തിൽ ഒരു സ്പെഷ്യലിസ്റ്റാണ് ഞാൻ. റുഖ്യയിൽ ഞാനൊരു സ്പെഷ്യലിസ്റ്റ് അല്ല. റുഖ്യ എങ്ങനെ ചെയ്യണമെന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണത് ചെയ്യേണ്ടത്? റുഖ്യയിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളുടെ അടുത്തേക്ക് നാം പോകണം. ഷെയ്ത്താൻ മൂലമുള്ള സിഹ്റു ബാധിച്ച ആൾക്കുള്ള ചികിത്സയാണ് റുഖ്യ കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. സ്വഹീഹായ പല ഹദീസുകളും ഇത് പറയുന്നു. എന്നാൽ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സിഹ്റു ബാധ ചികിത്സിച്ചു മാറ്റാൻ കഴിയും എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ അവരിലധികം പേരും ഖുർആനിലെയും സുന്നത്തിലെയും മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഖുർആനും സ്വഹീഹായ ഹദീസുകളും പിന്തുടരുന്ന ആളുകളുടെ അടുത്തേക്ക് പോകുക. ചികിത്സ ഖുർആനും സ്വഹീഹായ ഹദീസുകളും അടിസ്ഥാനമാക്കിയാണെന്നും അതിൽ നിന്ന് അകന്നിട്ടില്ല എന്നും നോക്കുക. സഹോദരങ്ങളെ, ഇത് ജാക്കിർ നായിക്കിന്റെ പ്രസംഗം അങ്ങനെ പരിഭാഷപ്പെടുത്തിയതാണ്. കോൺഫറൻസിൽ ജാക്കിർ നായിക് പങ്കെടുത്ത് നെറ്റിലടിച്ചാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇംഗ്ലീഷിൽ തന്നെ കിട്ടും. ഇവിടെ രണ്ട് പ്രധാനമായ കാര്യം ജാക്കിർ നായിക് അതാ ഞങ്ങളുടെ സ്റ്റാൻഡ്. അതായത് റുഖിയ ശറയ്യയും റുഖിയ ശിർക്കിയയും ഉണ്ട്. റുഖിയ ശറയ്യ ചെയ്യുന്ന ആളുകൾ ഖുർആനിന്റെയും സഹിയായി വന്ന ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ജിന്നുബാധ ചികിത്സിക്കുന്ന ശിർക്ക് കലരാത്ത കൃത്യമായ മന്ത്രത്തോടു കൂടി ചെല്ലുന്ന ഒരു ചികിത്സ ഉണ്ട്. അത് സ്പെഷ്യലൈസ് ചെയ്ത ആളെടുത്ത് പോകണം. ലോകത്ത് നിങ്ങൾക്കറിയാലോ, ഏതൊരു കാര്യത്തിലും കൂടുതൽ പാണ്ഡിത്യമുള്ള ആളുകൾ ഉണ്ടാവൂലേ? ഇപ്പൊ ഷെയ്ഖ് മുഹമ്മദ് മൗലവി ഹദീസിൽ കൂടുതൽ പണ്ഡിതനായിരുന്നു. നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്തിലും ഖുർആനിൽ കൂടുതൽ പാണ്ഡിത്യം നേടിയ ആൾ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി. ഓരോന്നും അങ്ങനെ അനന്തരാവകാശ സ്വത്ത് അതറിയാവുന്ന പെങ്ങളെ കൂടെയുള്ള ഹംസാബ കവി, അതറിയാവുന്ന കുഞ്ഞു മുഹമ്മദ് മദനി ബർപ്പൂര്. ഇസ്ലാമിൽ ഉള്ള ഒരു കാര്യം ഒരാൾ കൂടുതൽ പഠിച്ചു എന്നുള്ള ദോഷ നബി പഠിപ്പിച്ച ഒരു ചികിത്സ ഒരാൾ ആ മേഖലയിൽ കൂടുതൽ പഠിച്ച് ഷിർക്കിലേക്ക് പോകുന്ന ആളുകളെ തടുക്കാൻ തൗഹീദിന്റെ ചികിത്സ അദ്ദേഹം കൂടുതൽ പഠിച്ചാൽ അത് കുറ്റകരമാണോ? നിങ്ങൾ എവിടുന്നാ ദീന് പഠിച്ച്? ഇവിടെ പാവപ്പെട്ട ആളുകൾ ജിന്നുബാധയിട്ടാൽ അവർ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവരെ ദീനിയായി ചികിത്സിക്കണം. അതിന് മാത്രം ഇസ്ലാം പരിഹാരമല്ല. ജാക്കിർ നായിക്കിന്റെ വിഷയം തന്നെ എന്താ അറിയോ? ഇസ്ലാം എല്ലാറ്റിനും പരിഹാരമാണ്. ഇവര് പറയണോ ജിന്നുബാധ ഉണ്ട്, പരിഹാരമല്ല. എന്നാ പിന്നെ ആളുകൾ എവിടെ എത്തുക? ആളുകൾ സ്വന്തം മക്കൾ ജിന്നുബാധയേറ്റ് മരിച്ചോട്ടേയിരിക്കോ? ഇവരെ വാദം എന്താ അറിയോ? ജിന്നുബാധ ഉണ്ടായാൽ മരിക്കണവരെ ആ ബാധയേറ്റ് നിസ്കാരം ഉപേക്ഷിച്ച് എല്ലാ നന്മകളും ഉപേക്ഷിച്ച് ഓൻ അങ്ങനെ ജീവിച്ച് തൊലഞ്ഞ് മരിച്ചോട്ടെ. അതിനു വേണ്ടി അവര് പ്രവർത്തിക്കണേ. അത് നിങ്ങൾ മനസ്സിലാക്കണോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം, പറഞ്ഞു എവിടെ ചേച്ചി നമ്മള് നിരന്തരമായി ആളുകളോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജിന്നിനെ വിളിക്കാൻ വളരെ പ്രധാനമായ ഒരു ഭാഗം കൂടിയാണ് ഞാൻ കവർ ചെയ്യുന്നത്. ഇപ്പൊ നാസർ സുല്ലമിയൊക്കെ ഇറങ്ങിയിട്ട് അയാൾ പറയുന്നത് എന്താ അറിയോ? അയാൾ പറയുന്നത് തിരൂര് വെച്ച് അയാൾ നടത്തിയ ഒരു പ്രസംഗത്തിൽ അയാൾ പറയുന്നത് കോഴിക്കോട്ടെ ജിന്നിനെ വിളിക്കല് ശിർക്കാണ്. ആര് പറയുന്നു? സക്കരിയ സുലൈം ടീം പറയും. തിരൂര് ജിന്നിനെ വിളിച്ചാലോ അത് അനുവദനീയാണെന്നാ, അതും ഹറാമു വസീലത്തുലെ ശിർക്കുമാണ്. അപ്പൊ എന്ത് മനസ്സിലായി? ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും ജിന്നിനോട് ചോദിക്കരുതെന്നാ ഇവര് പഠിപ്പിക്കണേ. നിങ്ങൾ ആ ക്ലിപ്പിംഗ് ഒന്ന് കേട്ടോളൂ. തിരൂരടുത്തുള്ള ഈ പ്രദേശത്തെ ആളുകള് കോഴിക്കോടുള്ള ജിന്നിനോട് ചോദിച്ചാൽ എന്താ?
അത് ശിർക്കാണ്. കേട്ടല്ലോ, കോഴിക്കോട്ടുള്ള ജിന്നിനെ വിളിച്ചാൽ തിരൂരുള്ളവർ വിളിച്ചാൽ അതെന്താണ്? അത് ശിർക്കാണെന്നാണ് സക്കരിയും കൂട്ടരും പറയുന്നത്. തുടർന്ന് കൊടുക്ക്. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ആ ജിന്നിനോട് ചോദിച്ചാൽ എന്തായി? അത് ശിർക്കല്ല, അത് ഹറാമേ ആവുള്ളൂ, വസീലത്ത് ശിർക്കേ ആവുള്ളൂ, ശിർക്കാവുകയില്ല. എന്ത് മനസ്സിലായി? ഒരു നിലക്കും ജിന്നിനെ വിളിക്കാന്ന് സ്വലായും കൂട്ടരും പറയണില്ല. ആരാ പറയണത്? ആരാ പറയണത്? നാസർ സുല്ലമി. ഏറ്റവും ലേറ്റസ്റ്റ് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിങ്ങൾ മനസ്സിലാക്കണം. ജിന്നിനെ, അതായത് തിരൂരുള്ള ഒരാള് കോഴിക്കോട്ട് ഒരു ജിന്നിനെ വിളിച്ചാൽ ശിർക്ക്, തിരൂരിലെ ജിന്നിനെ വിളിച്ചാലോ അനുവദനീയാണെന്ന് നമ്മൾ പറയുന്നത്. അല്ലാന്ന് നാസർ എന്നെ പറയും. ഹറാമേ ആവുള്ളൂ, വസീലത്തിൽ ശിർക്കേ ആവുള്ളൂ. മുമ്പരെന്താ മനസ്സിലാക്കിയറിയോ? ഹറാം എന്ന് പറഞ്ഞാൽ നിസാരമായൊരു തിന്മയാണ്, വസീലത്തിലെ ശിർക്ക് എന്ന് പറഞ്ഞാൽ നിസാരമായൊരു തിന്മയാണ്. അത്രേ ഉള്ളൂ മൂപ്പർക്ക്. ഞാൻ അങ്ങനെ പഠിച്ചുള്ളൂ. ഒരു വിശ്വാസിക്ക് ഹറാമാന്ന് പറഞ്ഞാൽ തന്നെ ഓന് ഉൾക്കിടിലുണ്ടാവും, ഓൻ ഞെട്ടിപ്പോവും, ഓനെ ചെയ്യില്ല. അതുകൊണ്ട് ആ മായിസ്റാണ് ജീവിതത്തിന്റെ ഒരു ദുർബല നിമിഷത്തിൽ വ്യഭിചരിച്ചപ്പോ ശിക്ഷ ഏറ്റുവാങ്ങാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നത്. ഹനീഫ് കായക്കൊടുക്ക് ഇവർക്കൊക്കെ ഹറാം തന്നെ, അതിൽ കുളിച്ചിരിക്കും ഒരു പക്ഷേ. അതുകൊണ്ട് അവർക്ക് എന്താ ഹറാം എന്നൊക്കെ പറഞ്ഞ് യേശൂല, വസീലത്തിൽ ശിർക്ക് തന്നെ യേശൂല. മനസ്സിലായോ? മനസ്സിലാക്കണം ഇങ്ങനെ. അപ്പൊ എന്താണ്? കോഴിക്കോട്ടെ ജിന്നിനെ വിളിച്ചാൽ ശിർക്കാന്ന് നമ്മൾ പറയുന്നത്. അൽഹംദുലില്ലാ. തിരൂര ജിന്നിനെ വിളിച്ചാലോ പാടുണ്ടെന്ന ഹറാമാണ്, വസീലത്തുലെ ശിർക്കാണ്. ഇനിയോ ഇവരെ കൂട്ടത്തിൽപ്പെട്ടല്ലോ. ഇനി ഒരു ക്ലിപ്പിംഗ് കൂടി നാസറിന്റെ നിങ്ങൾ. ചില നിബന്ധനകളോടെ ജിന്നിനെ വിളിച്ചാൽ അതും എന്താ പറയുന്നത് കേട്ടോളൂ. ഏതെങ്കിലും ഒരാൾ ചില നിബന്ധനകളോടെ ജിന്നുകളോട് സഹായം ചോദിച്ചാൽ, നേർക്ക് നേരെ പറഞ്ഞാൽ യാ ഇബാദല്ലാ എന്നൊരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജിന്ന് ഹയ്യാണ് എന്ന് വിചാരിച്ച്, ഒരു ജിന്ന് ഹാലറാണ് എന്ന് വിചാരിച്ച്, ഒരു ജിന്ന് ഖാദിറാണ് എന്ന് വിചാരിച്ച്, ഒരു ജിന്ന് മുസ്ലിമാണ് എന്ന് വിചാരിച്ച് ആരെങ്കിലും ഒരു ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചാൽ, അങ്ങനെ ചോദിക്കാൻ പാടില്ല, അത് ഹറാമുമാണ്, വസീലത്ത് ശിർക്കുമാണ്, എന്നാൽ ശിർക്കാവുകയില്ല. ഇങ്ങനെ ഒരു ആശയം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അങ്ങനെ കിട്ടിയാലൊക്കെ ഒന്ന് കൈവക്കി. അതെ, ആ പ്രസംഗം കേട്ടവർക്കൊക്കെ ആ ആശയം കിട്ടിയിട്ടുണ്ട്. അപ്പോഴും എന്ത് മനസ്സിലായി? ജിന്നിനോടുള്ള തേട്ടം ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലുമാവാം എന്നിവര് പറയണില്ല, എന്നിവര് പറയുന്നില്ല. മനസ്സിലായല്ലോ? എല്ലാരും മനസ്സിലാക്കണം. എന്നാൽ ജിന്ന് ഹാദിറായ ചോദിക്കാം, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞവരാരാ? KNM-കാരാണ്. എന്ന് പറഞ്ഞവരാരാ? KNM-കാരാണ്. ഒരു കാലഘട്ടത്തിൽ മടവൂരികൾ ചോദിച്ചു, എന്ത്? ജിന്നിനോട് തേടിയാൽ ശിർക്കാകാത്ത വല്ല തേട്ടവും ഉണ്ടോ? ജിന്നിനോട് തേടിയാൽ ശിർക്കാകാത്ത വല്ല തേട്ടവും ഉണ്ടോ? ഇപ്പൊ അനുസുമല ചോദിക്കണം, എന്തറിയോ? അതിനെവിടെ തെളിവ്, അതിനെവിടെ പ്രമാണോ എന്ന് ചോദിച്ച് നമ്മൾ പരിഹസിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗങ്ങൾ പിന്നെ കേൾപ്പിക്കും. എന്താണ് മടവൂർ വിഭാഗമാണ് നമ്മളോട് ചോദിച്ചത്? എന്ത്? ജിന്നിനോട് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തേടിയാൽ ശിർക്കാകാത്തത് വല്ലതുണ്ടോ? അതിന് KNM-ന്റെ മറുപടി എന്താ? ശിർക്കാകാത്തുണ്ട്, പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടാണെന്ന്. ഒരു വലിയ മുഖാമുഖം നടന്നു KJ-യുടെ KNM-ന്റെ നിർദ്ദേശപ്രകാരം. ആ മുഖാമുഖത്തിൽ തിരുവനന്തപുരത്ത് അനസ് പറയുന്നത് കേട്ടോളൂ. ചോദ്യവും മറുപടിയും ശ്രദ്ധിച്ചോളൂ. ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നേരത്തെ ഇവിടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു, പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞത്. ഞാൻ ചോദിച്ചത്, ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നമുക്കൊരു മടവൂരിയോട് തന്നെ ചോദിച്ചു നോക്കാം. അത് ഞങ്ങളല്ലേ തീരുമാനം. നിങ്ങൾ ചോദ്യം ഞങ്ങൾ പറഞ്ഞ പോലെ ചോദിച്ചു. നിങ്ങൾ മടവൂരി അല്ല, അത് എനിക്കറിയാം. നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലല്ലോ അങ്ങനെ പറഞ്ഞത്. മറുപടി ഇപ്പൊ എങ്ങനെ പറഞ്ഞു? ഇപ്പൊ നിങ്ങൾ ഒരു പഠിച്ചിട്ട് വലുതായതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. ആ ഖുർആൻ സുന്നത്ത് പറയാൻ പോണത്. ഖുർആൻ സുന്നത്ത് അല്ലാതെ വേറെ അതിൽ ഇപ്പൊ മടവൂരികൾ ഖുർആൻ സുന്നത്ത് അല്ലാതെ പറയുന്നത്. അത് വേറെ ചോദ്യം ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട്. മറുപടി പല വിധത്തിൽ പറഞ്ഞുതരാ. അതായത് ഏതെങ്കിലും സഹായം തേട്ട് അങ്ങനെ ഉണ്ടോന്നാ? ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സഹായം തേട്ട് ഉണ്ടോന്നാ? അതിനെ വിശദീകരിച്ചുകൊണ്ട്
സാക്ഷാൽ മടവൂരികൾ തന്നെ പറയും. നിങ്ങളെന്ന് വെച്ചാൽ വിഷമിക്കണ്ട, ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം അവരെ കവർ ചെയ്ത് പറയണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലല്ലോ, കേട്ടോളൂ. ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിന് അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം. എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്ന സുഖമാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പരിശോധിച്ചാൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിക്കുന്നു, ജിന്നുകളെ കൊണ്ട് പല പണി എടുപ്പിക്കുന്നു, ബന്നാവുകൾ ഉണ്ടായിരുന്നു എന്ന് മടവൂരികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനാണ്, ഞാൻ മടവൂരി ചേർത്തി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ് സുലൈമാൻ നബിയുടെ സന്നിധിയിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു, ആ ജിന്നുകളെ കൊണ്ട് സുലൈമാൻ നബി പണിയെടുപ്പിച്ചിരുന്നു എന്ന്. അപ്പൊ അധീനമാക്കി കൊടുത്തിട്ടല്ലേന്നാ? അപ്പൊ ജിന്നാണല്ലോ, സംഗതി മനുഷ്യനായില്ലല്ലോ. അധീനപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യനല്ലാതാകുന്നില്ല. ജിന്നായ രൂപത്തിൽ തന്നെ സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്ന് വന്നിരുന്നു. ഇഫ്രീത്ത് അടക്കമുള്ളവരുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അവര് പണിയെടുക്കുന്നു, സുലൈമാൻ നബി അവരുമായി സംസാരിക്കുന്നു. അത് ശിർക്കല്ല, അത് ശിർക്കാണെന്ന് പറയുക സാധ്യമല്ല. ഇനി ആ രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് ഖുർആനിന് വിരുദ്ധമാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായി, അയാളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഉയരുന്ന സന്ദർഭമുണ്ടായി എങ്കിൽ ആ സന്ദർഭത്തിൽ ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ, ജിന്നെ എന്നെ രക്ഷിക്കണേ, എന്റെ പാപം പുറത്തു തരണേ, എന്റെ പ്രയാസം നീക്കി തരണേ, ജിന്നെ എനിക്ക് സന്താനങ്ങളെ തരണേ എന്നിങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണ്, അത് കൊടും പാപമാണ്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഇൻ തദ്ഉഹും. പ്രാർത്ഥനയുടെ ഏതെങ്കിലും ഒരു ഘട്ടം, ആ ഘട്ടം ജിന്നുകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വന്നുപോയാൽ ഒരിക്കലും നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന ജിന്നായാലും മലക്കായാലും പ്രവാചകന്മാരായാലും ആരായാലും അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല. അത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും മനുഷ്യരാണെങ്കിലും അമ്പിയാക്കന്മാരാണെങ്കിലും ആരാണെങ്കിലും ആ പ്രാർത്ഥന അവരിലേക്ക് തിരിച്ചാൽ ഒരിക്കലും ഉത്തരം തരില്ല. അപ്പൊ നാം പറഞ്ഞു വന്നത്, ഒരിക്കലും ജിന്നിനോട് പ്രാർത്ഥിക്കുക എന്നത് പാടില്ല. പ്രാർത്ഥനാ ഭാവമുള്ള ഒരു തീട്ടവും ജിന്നിനോടല്ല, മലക്കിനോടല്ല, മനുഷ്യരോടല്ല, ഒരാളോടും പാടില്ല. അങ്ങനെ ചെയ്താൽ അത് ശിർക്കാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആരും ഉത്തരം തരില്ല. ജിന്ന് തരില്ല, മലക്ക് തരില്ല, അതുപോലെ തന്നെ മനുഷ്യൻ തരില്ല, പ്രവാചകന്മാർ തരില്ല, ആരും തരില്ല. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞത് സാക്ഷാൽ മടവൂരികളാണ്. ഇത് ഞാൻ പറയണമെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രാർത്ഥിക്കാന്ന് പറയുന്നവരുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണ്ടേ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥന പറ്റുള്ളൂ. ജിന്നിനെ ഞാൻ പറഞ്ഞു, അവരെ കീഴ്പ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ മുന്നിൽ വന്ന് നിന്ന് നമ്മളുമായി സംസാരിക്കുന്ന ഒരു ഘട്ടമുണ്ട്, നമ്മുടെ സാന്നിധ്യത്തിലെത്തുന്ന ഒരു ഘട്ടമുണ്ട്. അങ്ങനെ ഘട്ടം ഉണ്ടാകുമെങ്കിൽ അവരോട് സംസാരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അഭൗതികമായ മാർഗത്തിൽ ഒരാളോടും തേടാൻ പാടില്ല, ജിന്നിനോടും പാടില്ല. ആ അഭൗതികമായ മാർഗത്തിൽ ജിന്നിനോട് തേടിയാൽ ശിർക്കാണ്, കുഫ്റാണ്, യാതൊരുവിധ സംശയവുമില്ല. സഹോദരങ്ങളെ കണ്ടോ, ജിന്നിനോട് തേടിയാൽ ശിർക്കാകാത്ത വല്ല തേട്ടവും ഉണ്ടോ എന്നുള്ളതിന് ഒരു ജിന്ന് ഹാദിറായാൽ എനിക്ക് അതിനെ കാണാം. അത് അനസ പറയുന്നുണ്ട്, ജിന്നിനെ കാണാൻ പറ്റുമോ എന്നുള്ളത്. അനസിന് ജിന്നിനെ കാണാൻ പറ്റുമോ എന്നുള്ളത് ഏത് പ്രമാണം അവലംബിച്ചാ അത് പറഞ്ഞു ആലോചിക്കണം. എന്നിട്ട് പറയണെന്തേ, ഹാദിറായ ജിന്നിനോട് ചോദിക്കാം, അതിന്റെ കഴിവിൽപ്പെട്ട ചോദിക്കാന്നുള്ളതിന്റെ തെളിവെന്താ? സുലൈമാൻ നബി തേടി. എന്റെ ചോദ്യം, ഈ ഖുർആനിക സംഭവം ഇപ്പല്ലേ, അത് ഖുർആൻ അങ്ങ് അപ്രത്യക്ഷായോ? അന്ന് തെളിവ് പറഞ്ഞ്. ഇനി മാത്രമല്ല, അന്ന് തൗഹീദ് തിരിയാത്ത ആളുകളെ നമ്മൾ ഇസ്ലാം പഠിപ്പിക്കാൻ പറഞ്ഞേച്ച് ആണോ? ഇന്ന് ശിർക്കാണെന്ന് പറയുന്ന ആ കാര്യം അന്ന് തൗഹീദായി പഠിപ്പിക്കാൻ ഇൽമില്ലാത്തവരെയാണോ കേന്ദ്രം അയച്ചത്? ഈ ചോദ്യമൊന്നും ഒരിക്കലും നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മനസ്സിലായോ? മാത്രമല്ല, മലക്കിനോടും ചോദിക്കാന്നാണ് പറയുന്നത്. ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ
മലക്കിനോടും ചോദിക്കാം, ഹാദിറായ കണ്ടിട്ടില്ലെങ്കിലും ചോദിക്കാം, ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. കേട്ടോളൂ. അപ്പൊ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന നിങ്ങൾ അള്ളയല്ലാത്തവരെ ആരാധിക്കാമെന്നാണ് യഥാർത്ഥത്തിൽ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ശിർക്കാണ്, കുഫ്രാണ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അതേ ശൗക്കാനിയെ സംബന്ധിച്ച് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു, എന്താ ശൗക്കാനി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്, തെളിവ് പിടിക്കാം എന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നു പോയി, ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പ് എടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. കാണാത്തവരോട് സഹായം തേടാം. അതിനിപ്പോ ആർക്കും തർക്കില്ല. ആർക്കാ തർക്കം? ഒരാൾ കുളിമുറി നിൽക്കുമ്പോ ഭാര്യ അടുക്കലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന വരുന്നില്ല ഭാര്യയുള്ളത്, മോളെ ആ സോപ്പിംഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഹാജറ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു, ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കിക്കേണ്ട കാര്യം ഇല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല, അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല. നേരെ മറിച്ച് കണ്ണുകൊണ്ട് കാണാത്തൊന്നിനോട് സഹായം തേടാമോ ഇല്ലയോ എന്നല്ല നമ്മെ സംബന്ധിച്ച തർക്കം. ഇനി സാക്ഷാൽ മുഹീദ്ദീൻ ശൈഖ് തന്നെ നമ്മൾ അതിനപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ മൈക്കിലൂടെ പറഞ്ഞ മുഹീദ്ദീൻ ശൈഖ് അവിടുന്ന് കേൾക്കാണെന്ന് വിചാരിക്കുക. ഓ മുഹീദ്ദീൻ ശൈഖ് സുഖാണോ, ഒന്നിങ്ങ് വന്ന് മുയിലാർക്കൊന്ന് മറുപടി പറയോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല. ഇവിടെ കണ്ട് കാണാൻ കഴിയാത്ത ആ പരിധിയിൽ, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ആ വ്യക്തിയുണ്ട് എങ്കിൽ അയാളോട് ചോദിക്കാം. ഇനി മൂസ മുസ്ലിയാർ തന്നെ പുറത്തേക്ക് പോയി, മൂസ മുസ്ലിയാരെ നിങ്ങൾ പോവുകയാണോ എന്ന് നിങ്ങളെ കാണാതെ ഞാൻ വിളിച്ചു ചോദിച്ചാൽ മൂസ മുസ്ലിയാർ പുറത്തുനിന്ന് ഉത്തരം നൽകിയാലും ഇല്ലെങ്കിലും അതിലൊരു തെറ്റുമില്ല, ഒരു കുറ്റവുമില്ല. അത് ഷൗക്കാനി പറഞ്ഞു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് കേട്ട് പഠിക്കണം. ചോദ്യം ചോദിക്കാൻ മാത്രമല്ല, നിങ്ങൾ ഉത്തരം കൂടി കേൾക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അതുപോലെ പടപ്പുകളോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അല്ലാത്തൊരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇത് അടിസ്ഥാനപരമായ കാര്യമാണ്. രണ്ടു തരത്തിലുണ്ട് കാര്യം. ഒരു കാര്യം കൂടി ക്ലിയർ ആക്കിക്കോ, രണ്ടു തരത്തിലുണ്ട് കാര്യം. ഒന്ന്, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അത് പടപ്പുകളോട് ചോദിക്കാൻ പറ്റൂല, ഒരു ജിന്നിനോടും ചോദിക്കാൻ പറ്റൂല, ഒരു മലക്കിനോടും ചോദിക്കാൻ പറ്റൂല, ഒരു മനുഷ്യരോടും ചോദിക്കാൻ പറ്റൂല. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്നാൽ മനുഷ്യരോട് ചോദിക്കാവുന്ന കാര്യങ്ങളുണ്ട്, അത് മനുഷ്യരോട് ചോദിക്കാം. മനുഷ്യരോട് ചോദിക്കേണ്ട കാര്യം മനുഷ്യരോട് ചോദിക്കാം, അള്ളാഹ് അനുവദിച്ച പരിധിയിൽ നിന്നുകൊണ്ട്. ഞാൻ മൂസ മുസ്ലിയാരോട് കാണുകയാണ്, ആ ഒരു 10 രൂപ തരൂ, മൂസ മുസ്ലിയാർക്ക് തരാൻ കഴിയും പോക്കറ്റിൽ നിന്നെടുത്ത്, അത് ചോദിക്കാം, അനുവദനീയമാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞ ആ പരസ്പരമുള്ള സഹായം അതിന്റെ പരിധിയിൽ വരുന്നതാണ്. എന്നാൽ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അതൊരിക്കലും പടപ്പിനോട് ചോദിക്കാൻ പാടില്ല. അത് നിങ്ങൾ അമ്പിയാക്കന്മാരോട് ചോദിക്കുകയാണ്, ഔലിയാക്കന്മാരോട് ചോദിക്കുകയാണ്, അതുപോലെ ജിന്നുകളോട് ചോദിക്കുകയാണ്, സ്വാലിഹുകളായ ജിന്നുകളോട് നിങ്ങൾ ചോദിക്കുകയാണ്. അത് ശിർക്കാണ്, അത് കുഫ്റാണ്. ഇതാണ് ഞങ്ങളുടെ വാദം. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ഷൗക്കാനി മുശ്രിക്കാണോ അല്ലേ, അയാളുടെ ഏത് ജാതിപ്പെട്ടാണ്, അത് താലൂക്ക് ഓഫീസിൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം. സഹോദരങ്ങളെ കേട്ടോ, അപ്പൊ ഹാജറ ബീവിയുടെ സംഭവം തെളിവുദ്ധരിക്കാണ്. ഹാദിറായ മലക്കിനോട് ചോദിക്കാൻ. അപ്പൊ ആരാ അവിടെ കുഴപ്പക്കാര്? ഇനി ഞാൻ പറയുന്ന ഒരു ഉദാഹരണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
നേരത്തെ നാസർ സുല്ലമിയുടെ ക്ലിപ്പിംഗ് നിങ്ങൾ കേട്ടു. അതെന്താ? തിരൂരുള്ള ഒരാള് കോഴിക്കോട്ടെ ജിന്നിനെ വിളിച്ചാൽ ശിർക്കാണ് എന്ന് സക്കരിയ സുലായും കൂട്ടരും പറയും. തിരൂര് ഹാദിറുള്ള ഒരു ജിന്നിനെ വിളിച്ചാലോ അത് വിളിക്കാൻ പാടില്ല, ഹറാമാണ്, വസീലത്തുൽ ശിർക്കാണ്. എന്നാ അനസോ മലക്കും ജിന്നും സാന്നിധ്യന്റെ ചോദിക്കാൻ. അപ്പൊ ആരെയാ പുറത്താക്കണ്ടി, ആരാ അകത്താക്കണ്ടി? ജിന്നെ ഹാദിറായ തേടാൻ പാടുന്നോ? ഹറാമും വസീലത്തുൽ ശിർക്കുമാണ്. ജിന്നെ ഹാദിറായ തേടാമോ? തേടാം, ഒരു കുഴപ്പമില്ല, ഖുർആനും സുന്നത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആരെ ഒഴിവാക്കണ്ടി? ആരെ ഒഴിവാക്കണ്ട? ആർക്കാ തെറ്റുപറ്റിയത്? സഹോദരങ്ങളെ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണ്ടായി. എന്നിട്ട് പോയി നമ്മളെ നേരെയാണ് കുതിര കയറുന്നത്. നിങ്ങളെക്കാൾ 1000 കുതിരശക്തിയോടെ ഞങ്ങൾ പറയുന്നു, ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് തേടാൻ പാടില്ല. നിങ്ങൾ തേടാന്നാ പറയുന്നു. അത് ഞങ്ങൾ തമ്മില് ഒടുവിൽ എന്തുണ്ടായി അറിയോ? ഒടുവിൽ എന്താണ്ടായത്? നമ്മൾ വളരെ ഗൗരവമായി സമസ്തക്കാര് അവരുടെ യഥാർത്ഥത്തിലുള്ള അവരുടെ അവസ്ഥ എന്താ, സമസ്തക്കാരുടെ അവസ്ഥ എന്താന്ന് ആദ്യം നാസർ സുലമി വിവരല്ല എന്നുള്ള വിവരമില്ല മൂപ്പർ വിശദീകരിക്കുന്ന കേട്ടോളിങ്ങൾ. ആ സമസ്തക്കാരുമായി ദേവത്വം നടത്തുമ്പോൾ അവരോട് നമ്മൾ പറയാറുള്ളത്, നിങ്ങൾ മൊഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, മുഹമ്മദ് നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അത് ശിർക്കാണ് അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയാറ്? അതെ. അങ്ങനെ പറയുമ്പോൾ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ അതിന് മറുപടി പറയാറുള്ളത് എങ്ങനെയാണ്? ഞങ്ങൾ മൊഹിയുദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നില്ല, ദുആ ചെയ്യുന്നില്ല, പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് എന്താ? അത് ഇസ്തിഗാസയാണ്. ഞങ്ങൾ സഹായം ചോദിക്കുകയാണ്, അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പ്രാർത്ഥിക്കുന്നില്ല. ഇതുപോലാണ് അത്ര ഇപ്പോ സക്കരിയ സുലാഹിൻ ടീമും. അതാ അടുത്ത വാചകം. നിങ്ങൾ ആലോചിക്കണം. എന്നാലേ സമസ്തക്കാരെന്താന്ന് ഇയാൾക്കറിയില്ല, സമസ്തക്കാരുടെ വാദം എന്താണെന്നറിയില്ല. ഞാൻ പറഞ്ഞുതരാ, പഠിപ്പിച്ചും തരാ. സമസ്തക്കാര് പറയണേ ഞങ്ങൾ മൊയ്തീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാറുണ്ട് തന്നെയാ, ഞങ്ങൾ അങ്ങനെ പറയാറുണ്ട് എന്നാ. തെളിവ് ആധികാരികമാണ് കേട്ടോ. ഫത്താവ മൊഹിയുസുന്ന 2ാം വോള്യം 38ാമത്തെ പേജ്. ചോദ്യം എന്താ അറിയോ? മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോന്നാ? പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്നാ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നത്. നുസ്രത്തുൽ അനാം പറയുന്നതോ നിങ്ങൾ കബറാളികളോട് പ്രാർത്ഥിക്കാറുണ്ട് എന്നാ, ഇസ്തിഗാസ എന്നല്ല. നാസർ സുല്ലമി ഇങ്ങക്കറിയില്ല, പ്രബോധന രംഗത്ത് പോരാടിയ മുജാഹിദുകൾക്കറിയാം അവരെന്താ പറയുന്നത്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് സമാപനത്തിൽ വളരെ ഗൗരവമായി കേൾക്കേണ്ട ഒരു ഭാഗം പറയും. അല്ലാഹ് അല്ലാത്ത അമ്പിയാക്കളെ, ഔലിയാക്കളെ, സാക്ഷാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെ സമസ്തക്കാര് വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ പറഞ്ഞാൽ ഇല്ലാന്നവർക്ക് നിഷേധിക്കാൻ കഴിയോ? നമ്മളെ കയ്യിൽ തെളിവുണ്ട്. അതായത് സമസ്തയിലെ പണ്ഡിതന്മാർ നബിയോട് നേരിട്ട് വിളിക്കുന്നതിന്റെ കേസറ്റ് നമ്മുടെ കയ്യിലുണ്ട്. നേരെ മറിച്ച് മുജാഹിദുകളിൽ ഒരാള് ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കേസറ്റ് നിങ്ങൾ ഹാജരാക്കി, ഒരു ക്ലിപ്പിംഗ്. ഹനീഫ്ക ധൈര്യം ഉണ്ടെങ്കിൽ, വലിയ ഒച്ചപ്പാടുണ്ടാക്കിയാൽ ഇവിടെ വന്ന് ധൈര്യമുണ്ടെങ്കിൽ ഒരു ക്ലിപ്പിംഗ് ജിന്നിനെ മുജാഹിദുകൾ വിളിക്കണേ, ഒന്നിട്. അതാ ബാലുശ്ശേരിയിൽ വന്നിട്ടൊരു വിദ്വാൻ, ഒരു മലിയാര് അനസ്, എന്റെ അനുജൻ ജിന്നിനെ വിളിക്കുന്ന ആളാണ്, ഓനും ഇവിടെ ജീവിച്ചിരുമ്പണ്ട്, നീ ഇവിടെ ജീവിച്ചു, ഓന്റെ മുമ്പിൽ ധൈര്യമായിട്ടൊന്ന് ഇരുന്നു കൊടുക്കുക. അപ്പൊ അറിയാം എനിക്ക്. മനസ്സിലായോ സഹോദരങ്ങളെ? വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടത്, സമസ്തക്കാര് നബീനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞങ്ങളുടേത് വെറും ആരോപണമല്ല, സാക്ഷാൽ തെളിവും സത്യവാ, അല്ലാതെ അസത്യം കൂട്ടിക്കൊയ്ക്കല്ല. കേട്ടോളൂ, സമസ്തക്കാര് നബീനോട് നേരിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ? ആ ക്ലിപ്പിംഗ് കേട്ടിട്ട് എനിക്ക് ചിലത് നിങ്ങളോട് ചോദിക്കാൻ. അവിടുത്തേക്ക് ഞങ്ങളെ കറുത്തുയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ. ഇവിടുത്തെ മജ്ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാഹ്. അവിടുത്തെ നോട്ടമുള്ള മജ്ലിസുകൾ ഞങ്ങൾക്ക് നൽകണേ നബിയേ. അവിടുന്ന് ഇഷ്ടപ്പെടാത്ത ഒരു മജ്ലിസും ഞങ്ങൾക്ക് നൽകല്ലേ നബിയേ. അവിടുന്ന് നേരിട്ട് വന്നു ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രൂപത്തിലുള്ള മജ്ലിസുകൾ ഞങ്ങൾക്ക് എമ്പാടും നൽകണേ യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്നു തങ്ങള്, ടിക്കറ്റ് കൊടുത്ത തങ്ങള്, മൃഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, മൃഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, തങ്ങള്, അവരുടെ തങ്ങള്, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങള്.
സാധുക്കളാണ് തങ്ങളെ, നിങ്ങളെ കൈവടിയല്ല തങ്ങളെ, അധികളാണ് തങ്ങളെ, ദോഷികളാണ് തങ്ങളെ, രക്ഷപ്പെടുത്തുന്നത്. ഓ പുന്നാര നബിയേ, ലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത സമയം ഹൗദുൽ കൗസർ എന്ന വെള്ളം തങ്ങളുടേതാണല്ലോ, അതിൽ നിന്ന് ഒരു കോപ്പ എനിക്ക് തരണം നബിയേ, അത് അങ്ങയുടേതാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഒരു കോപ്പ എനിക്ക് തരണം, അങ്ങയുടെ ആ ഹൗദുൽ കൗസർ എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് ദാഹം മാറില്ല, ഞാൻ വളരെ പാപിയാണ്. സഹോദരങ്ങളെ, പരലോകത്തും സാർത്ഥത. നബീന്റെ ഹൗദുൽ കൗസറിലെ വെള്ളം എനിക്ക് മാത്രം അണ്ണാക്കിൽ ഒഴിച്ചു തരണോ? കൂടെ കൂടിയ കൗമിനോ? ഉസ്താദ് കാന്തപുരം അള്ളാന്റെ റസൂലിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആദ്യത്തെ പ്രാർത്ഥന ശ്രദ്ധിച്ചോ? റസൂലെ, ഞങ്ങൾ നിങ്ങളിലേക്ക് കൈ നീട്ടുന്നു, എന്നിട്ട് ആമീൻ പറയാ കൗമ്. അള്ളഹാനോട് പ്രാർത്ഥിക്കുമ്പോ നമ്മൾ ആമീൻ പറയല്, ഇത് റസൂലിനോട് പ്രാർത്ഥിക്കും ആമീൻ ചെല്ലുക. മറ്റേടില്ലേ, എത്ര നേരമായി തങ്ങളെ കേട്ടില്ലേ? ഞാൻ ചോദിക്കാം നിങ്ങളോട്, നിങ്ങൾ രണ്ടു കൂട്ടരുണ്ടല്ലോ, മടപൂരികളും നിങ്ങളോടൊപ്പം ചേർന്നവരും. ആണായി പറന്ന് ഒരുത്തൻ നിങ്ങളെ കൂട്ടത്തിൽ ഒറ്റെണ്ണം, അലൈസ മിൻകും റജുലുർ റഷീദ്, മാന്യനായ ഒരെണ്ണം, ഒന്ന് ചമ്മന്തി കൂട്ടാൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുവോ? ഞങ്ങൾ ജിന്നിനോട് വിളിക്കണേ. ഇപ്പൊ ഇവര് ജിന്നിനോട് അള്ളാന്റെ റസൂലിനോട് നേരിട്ട് വിളിക്കുന്ന 3 ക്ലിപ്പിംഗാ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു. ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങളോട്, ഹുസൈൻ സൽഫിയുടെയോ സക്കറിയ സുലായിയുടെയോ സുഹൈർ ചുങ്കത്തറയുടെയോ ആരിസ് ഇബ്നു സലീമിന്റെയോ CP സലീമിന്റെയോ TK അഷ്റഫിന്റെയോ ഒക്കെ നേതൃത്വത്തിൽ ഒരു മരുഭൂമിയിൽ ചെന്നിട്ട്, വിജനമായ ഒരു മരുഭൂമിയിൽ ചെന്നിട്ട്, ജിന്നേ എത്ര നേരമായി, ജിന്നേ വെള്ളം കിട്ടുന്നില്ല, ജിന്നേ തൊണ്ട വരലൊന്ന്, ജിന്നേ ഞങ്ങളുടെ രോഗം മാറ്റി തരണേ ജിന്നേ എന്ന് ജിന്നിനോട് വിളിക്കുന്ന ഒരു മുജാഹിദിന്റെ പിക്ചറിടാൻ ആണും പെണ്ണും കെട്ടവരല്ലെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ആണുങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരും. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യം ഉണ്ടോ? KNM-ന്റെ കൂടെ കൂടിയവർക്ക് ധൈര്യമുണ്ടെങ്കിൽ നാളെ സ്റ്റേജ് കെട്ടിക്കോളി, എന്നിട്ട് നിങ്ങൾ വരും. എന്തിന് മനുഷ്യരെ ഈ നുണ പറയണം? എന്തിന് മനുഷ്യരെ ഈ കളവ് പറയണം? ഇനി ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിച്ചോട്ടെ, നിഅമത്തുള്ള ഫാറൂഖിന്റെ പ്രസംഗം കേട്ട് ഇസ്ലാമിക വേഷമൊന്നും ഒരു ഗൗരവമല്ല എന്ന് മനസ്സിലാക്കിയ പെണ്ണുങ്ങളെ കാണാൻ കഴിയും. നിഅമത്തുള്ള ഫാറൂഖിന്റെ പ്രസംഗം കേട്ട് താടി ചെറുതാക്കി സ്റ്റേറ്റ് നേതാവിനെ ഹാജരാക്കാൻ പറ്റും. കഴിഞ്ഞ MSM-ന്റെ പ്രോഫ്കോണിൽ താടി നീട്ടി വന്ന പ്രബോധകൻ, നിച്ചിന്റെ പ്രബോധകൻ, ഈ പ്രോഫ്കോൺ കോഴിക്കോട് KNM-നെ നേതൃത്വം താടി വെട്ടിച്ചുരുക്കി ഉമിക്കേരിയാക്കി വന്നവരെ ഞങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റും. പ്രസംഗം പണ്ഡിതന്മാരുടേത് കേട്ട് നര്യാണിയുടെ മേലെ തുണി ഉടുത്തവരെയും തുണി ഇറക്കിയവരെയും നമുക്ക് ഹാജരാക്കാൻ പറ്റും. സ്ത്രീധനം വാങ്ങുന്നവരെയും വാങ്ങാത്തവരെയും നമുക്ക് പേരോടിന്റെ പ്രസംഗം കേട്ട് സ്ത്രീധനം വാങ്ങിയ ആറ്റിങ്ങൽ സ്വദേശികളെ നമുക്ക് ഹാജരാക്കാൻ പറ്റും, ഖുർആനെ ദുർവ്യാഖ്യാനിച്ചപ്പോൾ. അതുപോലെ സുഹൈർ ചുങ്കത്തന്റെ പ്രസംഗം കേട്ട് സ്ത്രീധനം വാങ്ങാത്തവരെ നമുക്ക് ഹാജരാക്കാൻ പറ്റും. എന്റെ ചോദ്യം, ഹുസൈൻ സലഫിയുടെയോ സക്കറിയ സുലായിയുടെയോ അബ്ദുൽ ജബ്ബാർ മലവിയുടെയോ ഈ ഉള്ളവന്റെയോ ഒക്കെ പ്രസംഗം കേട്ട് മരുഭൂമിയിൽ ജിന്നിനെ വിളിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ഹാജരാക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അലൈസ മിൻകുർ റജുലുർ റഷീദ്. ഇങ്ങനെ നമ്മളങ്ങോട്ട് ചോദിച്ചപ്പോ എന്തുണ്ടായി എന്നറിയ നിങ്ങൾക്ക്? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണേ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു അത്ഭുതമാണ്. എന്താ? ജിന്നിനോട് വിളിക്കുന്നവര് മുജാഹിദുകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ക്ലിപ്പിംഗ് ഇടുകയാണ്. മോഹനൻ വിളിക്കുന്നുണ്ട്, ഗോപി വിളിക്കുന്നുണ്ട് എന്നാണ്. നിങ്ങൾ ആ ക്ലിപ്പിംഗ് ഒന്നും കേട്ടോളൂ. മനസ്സോദരനെ മനസ്സിലാക്കണം. അപ്പൊ ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് വിളിച്ച ശിർക്കല്ല എന്ന് പറയണമെങ്കിൽ തെളിവെവിടെ? പ്രമാണം എവിടെ? അത് ഒന്നാം പ്രമാണം എന്താ? അനസ് മൗലവി. രണ്ടാം പ്രമാണം എന്താ? ദുർബല ഹദീസ്. നിങ്ങളൊന്ന് ആലോചിക്കും, ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു സംഘത്തിന്റെ ഗതികേടൊന്ന് ആലോചിക്കും. ഒന്നാം പ്രമാണം എന്താ? ഖൗലു അനസ് മൗലവിയാണ് ഒന്നാം പ്രമാണം. സഹോദരങ്ങളെ, ജിന്ന് ഉണ്ടെങ്കിൽ തേടാന്നുള്ളതിന് പ്രമാണം എവിടെ? ആ ചോദ്യം മടവൂരികൾ ചോദിച്ചപ്പോ പ്രമാണം ഉദ്ധരിച്ചവനവൻ. അന്നിവൻ എന്ത് ചെയ്തു? അല്ലെ അന്നിവൻ പെരുങ്കള്ളൻ, ഇന്നോ കള്ളന് കഞ്ഞി വെച്ചോ. ആലോചിക്കണങ്ങളെ, ഏത് അന്ന് മടവൂരികൾ തെളിവ് കഴിച്ചപ്പോ ഖുർആനായ തോതി. ആ ഖുർആൻ എവിടെ? ആ സുന്നത്ത് എവിടെ? ഇനി ഒന്ന് ബാക്കി കേട്ടോളി. രണ്ടാം പ്രമാണം എന്താ? ഒരു ഹദീസാണ്. പക്ഷെ ഹദീസ് ദുർബലായി പോയി. ദുർബല ഹദീസ്.
മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം എന്ന് മാത്രമല്ല, ഈ വാദം വന്നപ്പോൾ സ്വാഭാവികമായും വീണ്ടും വീണ്ടും ചോദ്യമായി, പുഴയിൽ വീഴുന്ന ആള് മാത്രമല്ലല്ലോ, ഒരാൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീഴുമ്പോ അയാൾക്കും വിളിക്കാലോ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാല് എന്തല്ല, അത് ശിർക്കല്ല എന്ന് പറയണം. അപ്പൊ ചിലർ ചോദിക്കുക, അങ്ങനെ ആരപ്പോ വിളിക്കണത്? വിളിക്കണ ആരാതൊക്കെ കേൾപ്പിച്ചരാ, വിളിക്കണ ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ ആരാ വിളിക്കുന്നത് എന്നാ ചില ആളുകൾ ചോദിക്കുന്നത്. അങ്ങനെ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വിളിച്ച ശിർക്കാവൂലേ? സഹോദരങ്ങളെ, ആരാ വിളിക്കണത് എന്ന ആരാ അവിടെ ചോദിച്ചേ? ആരോടാ ചോദിച്ചേ? ഓരോ ആ അക്ഷരത്തിനും മറുപടി പറയാനാണ്. ആരാ അവിടെ വിളിക്കണതെന്ന് ആരാ ചോദിച്ചേ? മുജാഹിദുകളിൽപ്പെട്ട ആളുകൾ. ആരോടാ ചോദിച്ചേ? മുജാഹിദുകളിൽപ്പെട്ട മറ്റൊരു ടീമിനോട്. ആര്? ലോകത്ത് ജിന്നിനെ വിളിക്കുന്ന ആരെങ്കിലും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടോന്നാണോ? ആണോ? 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 ജിന്നിനെ വിളിക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും ഉണ്ടോന്നാണോ? മുജാഹിദുകളുടെ കൂട്ടത്തിൽ ജിന്നിനെ വിളിക്കുന്നവരാരുണ്ടോ? എന്നാ അതിനല്ലേ തെളിവ് ധരിക്കണ്ടേ? അവന്റെ ബാക്കി വിശദീകരണം കേട്ടോളൂ. ശിർക്കാവൂലേ? വിളിക്കുന്നത് ആരാണ്? ഇനി അങ്ങനെ ഒരാളും വിളിക്കുന്നില്ല എന്നൊക്കെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, മാന്യ സഹോദരങ്ങളെ,